ഇത് നോക്കൂ, തോരി സബ്ജിയാണിത്. തോരി സബ്ജി എന്ന് പറഞ്ഞാൽ തോരിക്ക് ബ്രിഡ്ജ് ഗാർഡ് എന്നാണ് പറയാ. ഹിന്ദിയിൽ തോരി എന്ന് തന്നെ പറയാം, മലയാളത്തിൽ തോരിക്ക അല്ലെങ്കിൽ പീച്ചിങ്ങ എന്ന് പറയും. വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്, വളരെയധികം ഫൈബർ ഉള്ള ഒരു സാധനമാണ് തോരി. ഏത് പേഷ്യൻസിനും, ക്യാൻസർ പേഷ്യൻസിനും, ഡയബറ്റിക് പേഷ്യൻസിനും, അതുപോലെ BP-ക്കാർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണത്. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോണത് തോരി, അതായത് തോരിക്ക എന്ന് പറയും, അല്ലെങ്കിൽ പീച്ചിങ്ങ എന്ന് പറയും. അതാണ് നോർത്ത് ഇന്ത്യൻ സാധനമാണ്. നോർത്ത് ഇന്ത്യയിൽ ഇത് എല്ലാവരും ഉണ്ടാക്കും. വളരെ ന്യൂട്രീഷ്യസ് ആണ്, വളരെയധികം ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്. ഏത് പേഷ്യൻസിനും, ക്യാൻസർ പേഷ്യൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിക്കോട്ടെ, അതുപോലെ ഇപ്പോൾ BP ഉള്ളവരായിക്കോട്ടെ, അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. വയറിനും നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ് ഈ തോരിക്ക. ഇതുകൊണ്ട് പലതരം സബ്ജികൾ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ അത് ഉപയോഗിച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. തോരി അതിൻ്റെ ഉള്ളിൽ തൊലി കളഞ്ഞ് അതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് നല്ലപോലെ നുറുക്കി ചെറുതാക്കൊന്നും വേണ്ട, അത് വളരെ സോഫ്റ്റാണ് ഉള്ളിൽ. അത് വേണമെങ്കിൽ ചെറുതാക്കിക്കോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അരിയാം. അത് കഴിഞ്ഞ് അത് കഴുകി വെക്കണം. അങ്ങനെ കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കരുത്, വേറെ ഏതെങ്കിലും എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. സൺഫ്ലവർ ഓയിലോ മറ്റേ ഏതെങ്കിലും ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം വെച്ചെങ്കിൽ അതിൽ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ചോപ്പ് ചെയ്ത് വെച്ചാൽ അതെല്ലാം ഇട്ടോ, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടു. അത് കഴിഞ്ഞ് അതിനെ ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തോളൂ, ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിന് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കലാവും. ഒത്തിരി ഉപ്പിട്ടോളൂ, അത് ഓർമ്മ വേണം. സബ്ജിയിൽ ഉപ്പിടുമ്പോൾ പ്രത്യേകിച്ച് ഓർമ്മ വേണം. ഇളക്കി ബ്രൗൺ കളറായപ്പോൾ എന്ത് ചെയ്ത് വെച്ചെങ്കിൽ തക്കാളി ഇടാം. നല്ലപോലെ ഇളക്കുക. തക്കാളി ഇട്ടു, ഒരു 2 തക്കാളി അരിഞ്ഞതുണ്ട് കേട്ടോ, ഇട്ടു. അത് കഴിഞ്ഞ് ഇനി വീണ്ടും വഴറ്റി തക്കാളിയുടെ പച്ച സ്വാദ് പോയി നല്ല ഇതായിട്ട് വരും, പരുവത്തിൽ വരും. അതുവരെ വഴറ്റുക. അത് കഴിഞ്ഞിട്ട് അതിൽ മസാലകളൊക്കെ ചേർക്കണം. നമുക്ക് മസാലകൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ എല്ലാ പൊടികളും, ഗരം മസാല, അതിനുള്ള എല്ലാ പൊടികളും ചേർക്കണം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, ഇനി മല്ലിപ്പൊടി ഇട്ടു 1 ടീസ്പൂണ്, കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് രണ്ടായിട്ട് ഇളക്കി ഗരം മസാല പിന്നെ അവസാനം ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അത് നല്ലോണം ഇളക്കി തോരി അതിലിട്ടു. തോരി ഇളക്കുക. തോരി അതിലിട്ട് തോരി കഴുകിയിരിക്കുന്ന തോരി അതിലിടുക. അതിലിട്ടിട്ട് നല്ല പോലെ വഴറ്റുക. എണ്ണയിൽ വഴറ്റിയെടുക്കുക, ആ മസാലയിൽ വഴറ്റിയെടുക്കുക. വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് അത് അടുപ്പിൽ തീ സിമ്മാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് നേരം ഒന്ന് ഇളക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അത് നല്ലപോലെ അടച്ച് വെച്ച് വേവിക്കുക. കരിഞ്ഞു പോവൊന്നുമില്ല, അതായത് സിമ്മിൽ വെക്കണം കേട്ടോ. നല്ല പോലെ ഇളക്കണം. ഇപ്പം നോക്കിയപ്പോൾ എരിവ് കൂടുതൽ. അപ്പം ഞാൻ എന്ത് ചോദിച്ചെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് അതിലെടുത്ത് പൊടിച്ചിട്ടു, ഒരു ഉരുളക്കിഴങ്ങ് ചേർത്തു. അത് കാരണം കൊണ്ട് അതിൻ്റെ ഉപ്പ് പാകമായിട്ട്, മറ്റേ ഉപ്പ് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി. അതിനെ ഉപ്പ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പ വഴിയാണ് ഉരുളക്കിഴങ്ങ് ചേർക്കുക. അതുപോലെ എരിവ് കുറയ്ക്കാനും ചേർക്കേണ്ടതാണ്. ഒരു ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി. ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇത് എല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ്, വല്ലാം യോജിച്ചു പോകും. അപ്പോൾ നോക്കൂ, ഈ സബ്ജിയിലെ ഉരുളക്കിഴങ്ങ് ഞാൻ പൊട്ടിച്ചിട്ടത് ആ സബ്ജിയായിട്ട് നല്ല യോജിപ്പായി, ഒരു കുഴപ്പമില്ല, നന്നായി കിട്ടി. അപ്പോൾ നല്ല സ്വാദുള്ള തോരി സബ്ജി തയ്യാറായി. ഇനി അതിൽ മല്ലിയില ഇട്ട് അതിനെ ഇളക്കി അതിനെ സെർവ് ചെയ്യാം കേട്ടോ. ബൗളിലാക്കിയിട്ട് ഞാൻ പിന്നെ കാണിച്ചു. ശരിയായി, നല്ല കോമ്പിനേഷനാണ് ആലും തോരി കേട്ടോ. ആലു ഇതിൽ ഉടച്ച് ചേർത്തപ്പോൾ നല്ല അങ്ങനെ തോരി വളരെ ഈസിയാണ്. എല്ലാവരും തോരി ചെയ്ത് നോക്കും കേട്ടോ.